ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ആ ക്യാരക്ടറെ എങ്ങനെ ഡിറ്റാച്ച് ചെയ്യാമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്യമം. ഞാൻ അഖിൽ നാരായൺ, സൗണ്ട് എഞ്ചിനീയറാണ്. സോമിൻ്റെ കഥ അശ്വിൻ ചേട്ടൻ ഞങ്ങളോട് പറയുമ്പോൾ തന്നെ ആ ഉപ്പിണിയമ്മയുടെ വീടും ആ അന്തരീക്ഷത്തെയും പറ്റി വളരെ കൃത്യമായൊരു പിക്ചർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ദാസിൻ്റെ ഓർമ്മകൾ പറയാനും അതുപോലെ ദാസ് പറയാതെ ബാക്കി വെച്ച വാക്കുകൾ പൂർത്തീകരിക്കാനും ഈ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ അന്തരീക്ഷത്തെ യൂസ് ചെയ്യാൻ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ആദ്യഘട്ടം മുതൽക്ക് തന്നെ സോമിൻ്റെ ഫൈനൽ സൗണ്ട്സ്കേപ്പ് എങ്ങനെ വരണമെന്നുള്ളത് മ്യൂസിക് ഡയറക്ടർ നിഖിൽ മോഹനുമായി ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദാസ് തൻ്റെ ഓർമ്മകൾ ഉണ്ണിയേട്ടനായി പങ്കുവയ്ക്കുമ്പോൾ അവൻ്റേത് മാത്രമായ ഓർമ്മകളിലേക്ക് അവൻ ഒതുങ്ങുമ്പോൾ ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ആ ക്യാരക്ടറെ എങ്ങനെ ഡിറ്റാച്ച് ചെയ്യാമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്യമം. അത് ഫൈനൽ മിക്സിൽ ഏറെക്കുറെ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. സോം ഒരു അന്വേഷണമാണ്, അവനവനിലേക്കുള്ളൊരു അന്വേഷണം. ഈ ചെറിയൊരു ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. ഇനിയും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നുള്ള പ്രത്യാശയോടെ സൈനിങ് ഓഫ്.